ഹായ്, എല്ലാവർക്കും മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മാർബിൾ ഹോംസ് ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് വികാസവാണി എന്ന സ്ഥലത്താണ്. വളരെ മനോഹരമായ മുറ്റവും ഒരു വലിയ വീടുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന വീടിനുള്ളത്. 5.4 സെൻറ്റ് സ്ഥലത്താണ് ഈ കാണുന്ന മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട് നിൽക്കുന്നത് 1850 സ്ക്വയർ ഫീറ്റിലാണ്. ഇതിൻ്റെ പ്രത്യേകത തന്നെ ഈ വീടിൻ്റെ ഇത് സ്ഥിതി ചെയ്യുന്നത് വികാസവാണിയിൽ നല്ലൊരു ലൊക്കേഷനിലാണ്. നല്ലൊരു ഹൗസിങ് ഫുള്ളൊരു എന്താ പറയുന്നത്, നമുക്ക് നിറയെ വീടുകളായിട്ടുള്ള ഒരു വില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ചുറ്റും ഒരുപാട് നല്ല നൈബേഴ്സ് ഉള്ള നല്ലൊരു പോഷ് ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ കാർ പോർച്ചിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ നമ്മൾക്കത് നേരിട്ട് കണ്ടാൽ തന്നെ അതിൻ്റെ ആ ഒരു ഈ വീഡിയോയിൽ എത്രമാത്രം ഈ വീടിൻ്റെ മനോഹാരിത നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത്ര മനോഹരമായൊരു വീടാണിത്. ഇതിൻ്റെ കാർ പോർച്ചിൽ നമുക്കൊരു 4 വണ്ടികൾക്ക് വരെ സുഖമായിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്താൽ 5 വണ്ടികൾക്ക് വരെ വലിയ കൺജസ്റ്റഡ് ഇല്ലാണ്ടൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. കാരണം 5.4 സെൻറ്റ് സ്ഥലത്തിൽ വീടൊരു സൈഡിലായിട്ട് ഒതുക്കി പണിതിരിക്കുന്നത് കൊണ്ട് തന്നെ വിശാലമായൊരു മുറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര വാഹനങ്ങൾ വേണമെങ്കിലും 4-5 വാഹനങ്ങൾ നല്ല വിശാലമായിട്ട് യാതൊരു കൺജഷനും കൂടാതെ പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറക്കി നമുക്ക് വേണമെങ്കിൽ വേറൊരു വണ്ടിക്കും കൂടെ എക്സ്ട്രാ വണ്ടിക്കും കൂടെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു കാർ പോർച്ചിൻ്റെ ഫ്രണ്ടിലുള്ള ഏരിയകളും സൈഡിലേക്കുള്ള ഭാഗങ്ങളും എല്ലാം തന്നെ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് പോർഷനും സൈഡിലേക്കുള്ള ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. സൈഡിലെല്ലാം തന്നെ ഇതുപോലെ സ്റ്റോൺസ് വിരിച്ചിരിച്ചിട്ട് അറ്റം വരെ ആ വീടിൻ്റെ ബാക്ക് സൈഡ് നമ്മളുടെ വർക്ക് ഏരിയയുടെ എൻഡ് വരെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയുടെ ആ ഒരു ഭാഗത്തിനുള്ള ആ ഒരു ഗേറ്റാണ് കാണുന്നത്. അത് തുറന്ന് നമുക്ക് വർക്ക് ഏരിയയുടെ ഭാഗത്തേക്ക് പോകാം. തൊട്ടപ്പുറത്തുള്ള ലാൻഡാണ് കാണുന്നത്. അവിടെയും ഇനിയിപ്പോൾ ഉടനെ തന്നെ ഒരു വീട് വരുവാണ്. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നിറയെ വില്ലകൾ വന്ന എല്ലാ വില്ലകളും തന്നെ സെയിലായിട്ടുള്ളതാണ്. വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ പോർഷനാണ് കാണുന്നത്. അവിടെ നമുക്ക് അത്യാവശ്യം വീതിയുള്ളൊരു സിറ്റ് ഔട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ അവിടെ നമ്മുടെ മെയിൻ ഡോർ തുറന്ന് ഓപ്പൺ ചെയ്ത് നമ്മൾ വരുന്നത് ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ്. മെയിൻ ഡോർ നല്ല വീതിയുള്ള കട്ടളപ്പടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തുള്ള ഫ്ലോറിംഗ് എല്ലാം വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ യെല്ലോ കളറിലുള്ള ഒരു ടൈലാണ് ഇട്ടിരിക്കുന്നത്. വെട്രിഫൈഡ് ടൈലാണ്. നമുക്ക് നല്ല ഗ്ലോ തോന്നുന്ന രീതിയിലുള്ള ഒരു ടൈൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പെട്ടെന്ന് നമ്മളുടെ കണ്ണുകൾ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം ഒന്ന് ചെന്ന് കൊടുക്കുന്നത് ഇവിടുത്തെ ഫ്ലോറിലേക്കാണ്. കാരണം നല്ല ഭംഗിയുള്ളൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റ് എല്ലാം കൊടുത്തിരിക്കുന്നത് ആ ഫ്രണ്ടിൽ തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഫേസ് ആയിട്ടാണ്. മുകളിലെല്ലാം ധാരാളം വർക്കുകളും LED ലൈറ്റ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ അവിടെയും നല്ല ഭംഗിയായിട്ടൊരു വുഡിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസ് എല്ലാം വളരെ മനോഹരമായും നല്ല വീതിയിലും നീളത്തിലുള്ള ഡൈനിങ് ഹോളാണ്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് വാഷ് ബേസിൻ്റെ ആ ഒരു സ്പേസും എല്ലാം കൊടുത്തിരിക്കുന്നത്. മുകളിലൊക്കെ ധാരാളം വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു നല്ല വെളിച്ചവും കാര്യങ്ങളും അതുപോലെ ഒരു ഐശ്വര്യം എന്നൊക്കെ നമ്മൾ ചില വീടിനകത്ത് കയറുമ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു വീടാണെന്നൊരു നിസ്സംശയം തന്നെ പറയാം. ഇവിടുത്തെ കിച്ചണിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഓപ്പൺ കിച്ചൺ മോഡലിലാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചൺ ആണെങ്കിൽ തന്നെ നല്ല നീളത്തിലും വീതിയിലുമുള്ള കിച്ചണാണ്. നമുക്ക് ഓടി നടന്ന് വേണമെങ്കിൽ പാചകം ചെയ്യാമെന്നൊക്കെ പറയാം. അതുപോലത്തെ ഒരു കിച്ചണാണ്. ഒരുപാട് സ്പേഷ്യസ് ആയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള വാർഡ്രോബുകളും കബോർഡുകളും എല്ലാം കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലും ഇതുപോലെ തന്നെ മുകളിൽ സീലിങ്ങിലെ വർക്കൊക്കെ ചെയ്തിട്ട് ചെറിയൊരു ഫാൻ കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടുള്ള ഗ്യാസ് സ്റ്റവും അവിടെ ചെയ്തിട്ടുണ്ട്. എയർ സർക്കുലേഷനൊക്കെ വേണ്ടിയിട്ട് എല്ലാ റൂമുകളിലും ധാരാളം വിൻഡോകളെല്ലാം കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു കാറ്റും വെളിച്ചവും എല്ലാം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. നല്ല ഭംഗിയായിട്ട് നിലത്തെല്ലാം ടൈല് വിരിച്ചിട്ടാണ് അവിടെ മനോഹരമായിട്ടാണ് ഫ്ലോർ ചെയ്തിരിക്കുന്നത്. സൈഡെല്ലാം ഫുള്ള് കവർ ചെയ്ത് മുകളിൽ ഷീറ്റ് ഇട്ടിട്ടാണ്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ്. നമ്മൾ അടുക്കളയെക്കാളും സത്യം പറഞ്ഞ സ്പേസ് കൂടുതലാണ് വർക്ക് ഏരിയയ്ക്കെന്ന് പറയാം. നല്ല ലാവിഷായിട്ട് നമുക്ക് എന്തെല്ലാം അവിടെ ചെയ്യാനും എന്തെല്ലാം ഐറ്റംസ് സൂക്ഷിക്കാനും എല്ലാമുള്ള ധാരാളം ഫെസിലിറ്റിയോട് കൂടി തന്നെയാണ് വർക്ക് ഏരിയയുടെ ഭാഗം ചെയ്തിരിക്കുന്നത്. ഈ ഡോർ നമ്മൾ ഫ്രണ്ടിന് നോക്കിയപ്പോൾ നേരത്തെ ഫസ്റ്റ് വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ നമ്മൾ കണ്ട ഡോറാണിത് വർക്ക് ഏരിയയുടെ. വീണ്ടും നമ്മൾ തിരിച്ച് വർക്ക് ചെയ്യുന്ന കിച്ചണിലൂടെ ഡൈനിങ് ഹാളിലെത്തിയിരിക്കുകയാണ്. ഡൈനിങ് ഹാളിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ താഴെ 2 ബെഡ്റൂമുകൾ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഈ വീട്ടിൽ 4 ബെഡ്റൂമുകളാണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ ഉള്ളതിൽ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. നല്ല വീതിയും നീളത്തിലുമുള്ള നല്ലൊരു ബെഡ്റൂമായിട്ടാണിത് ചെയ്തിരിക്കുന്നത്. നല്ല വെറൈറ്റി ഉള്ള ഒരു വൈൽഡ് ഒരു ലുക്ക് തോന്നുന്ന ഒരു വാർഡ്രോബാണ് റൂമിൽ കൊടുത്തിരിക്കുന്നത്.
അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ബാത്റൂമിനകത്താണെങ്കിലും ഫിറ്റിംഗ്സ് എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമുകളിലൊക്കെ ആവശ്യത്തിന് വെളിച്ചം കിടക്കുന്ന രീതിയിൽ തന്നെ ജനാലകളും കൊടുത്തിട്ടുണ്ട്. ഈ ആദ്യത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി സ്റ്റെയറിൻ്റെ അടുത്തായിട്ടാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. കുറച്ചൊരു ഏരിയയിലേക്ക് മാറിയിട്ടാണ്. പെട്ടെന്ന് നമ്മൾ ഡോർ തുറന്ന് നേരെ ബെഡ്റൂമിലേക്ക് വരുന്ന പോലെയല്ല, ഒരു ഇടനാഴിയിലൂടെ വന്നിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിനകത്തെല്ലാം നിറയെ സീലിംഗിൽ ഭംഗിയായിട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ റൂമിലും വാർഡ്രോബ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലെല്ലാം റൂഫിലൊക്കെ നന്നായിട്ട് തന്നെയാണ് സീലിംഗിൽ വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. $1850 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ഈ വീട്ടിൽ എല്ലാ സ്ഥലത്തും തന്നെ നമുക്ക് ധാരാളം സ്പേസ് തോന്നുന്ന രീതിയിലാണ് ഓരോ റൂമുകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. വീട് നമ്മൾ തിരിച്ച് ഡൈനിങ് ഹാളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഡൈനിങ് ഹാളിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകുന്ന സ്റ്റെയറിൻ്റെ ആ നമ്മൾ ചവിട്ടി പോകുന്ന ചവിട്ടുപടിയിലെല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകുന്ന വഴിയെല്ലാം ഇടയ്ക്കിടയ്ക്ക് പോക്കർ ഷെൽഫുകൾ കൊടുത്തിട്ട് അവിടെയെല്ലാം LED ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കടന്നു പോകുന്ന വഴിയിലുള്ള ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അത് ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബാറുകളിട്ട് ഫുള്ള് മുകളിൽ വരെ കവർ ചെയ്ത് സേഫ് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് വിശാലമായൊരു ഹാളാണ്. നമ്മൾ ഈ കടന്നു പോകുന്ന വഴിയിൽ മുകളിലേക്ക് വരുന്ന സ്റ്റെപ്പിൻ്റെ മുകളിലെല്ലാം തന്നെ പെർഗോളയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഇവിടേക്ക് വീട്ടിലേക്ക് കയറിയപ്പോൾ പറഞ്ഞു ഇവിടുത്തെ ഫ്ലോർ ഭയങ്കര മനോഹരമാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ ആരുടെയും കണ്ണുകൾക്ക് ഒരു ആകർഷണീയത തോന്നുന്ന ഫ്ലോറാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മുകളിലേക്ക് വരുന്ന ഹാളിൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഒരു 1.5 വർക്ക് തന്നെയാണ്. പെട്ടെന്ന് നമ്മുടെ കണ്ണുകളൊന്നും അങ്ങോട്ടേക്ക് നോക്കിപ്പോകും. ആരുടെ ആയാലും ആദ്യം നമ്മൾ ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഫ്ലോറും അതുപോലെ തന്നെ റൂഫിൽ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് ഭയങ്കര അട്രാക്ഷനായിട്ട് തോന്നുന്നത്. മുകളിലെ ഹാള് നേരെ വരുമ്പോൾ ഒരു ചെറിയ ഹാളും അതിനോടനുബന്ധിച്ചൊരു വലിയ ഹാളുമായിട്ടാണ് കാണപ്പെടുന്നത്. അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇവിടുത്തെ മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം കാണുന്നത്. അതും നല്ല സ്പേഷ്യസ് ആയിട്ട് വളരെ മനോഹരമായിട്ടും ധാരാളം എയർ സർക്കുലേഷൻ തോന്നുന്ന രീതിയിലുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെയും മുകളിലും ധാരാളം വർക്കുകളൊക്കെ ചെയ്തിട്ട് LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. വിൻഡോകൾക്ക് അടുത്തായിട്ട് തന്നെയാണ് ഇവിടുത്തെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. മെയിൻ വാർഡ്രോബ് കൂടാതെ അതിൻ്റെ സൈഡിലെല്ലാം പോക്കറ്റ് ഷെൽഫുകളോട് കൂടിയ ഒരു ഫെസിലിറ്റി കൂടി ലഭ്യമാക്കിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമും കാണുന്നത്. ബാത്റൂമിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു എല്ലാവിധ ഫിറ്റിങ്സും സ്റ്റാൻഡേർഡായ രീതിയിൽ തന്നെ നല്ല സ്റ്റാൻഡേർഡായ വോൾ ടൈലുമാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ബെഡ്റൂമുകളുടെയും ബാത്റൂമുകളുടെയും എല്ലാം ഡോറെല്ലാം സെയിം പാറ്റേൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. അതും അത്യാവശ്യം സ്പേഷ്യസ് ആയ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിനെ വേണമെങ്കിൽ ഒരു ബെഡ്റൂമെന്നോ അല്ലെങ്കിൽ നമുക്കൊരു റീഡിംഗ് റൂമായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്തും ഒരു വാർഡ്രോബ് എല്ലാം കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ റൂഫിലെല്ലാം നല്ല രീതിയിൽ തന്നെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് 2 ഭാഗത്തായിട്ടാണ് വിൻഡോകൾ കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നത്. ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന വോളിലെ ടൈലുകളാണെങ്കിലും നിലത്തിട്ടിരിക്കുന്ന ടൈലാണെങ്കിലും എല്ലാം നല്ല സ്റ്റാൻഡേർഡായ കളർ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. താഴെ
താഴെ നമ്മൾ കയറി വന്നപ്പോൾ ഞാൻ മെയിൻ ഡോറിൻ്റെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ വീട്ടിലെ മെയിൻ ഡോറ് മഹാഗണിയിലാണ് തീർത്തിരിക്കുന്നത്. ഇപ്പോൾ മുകളിലത്തെ നിലയിലുള്ള 2 ബെഡ്റൂമുകൾ നമ്മൾ അങ്ങനെ കണ്ടു കഴിഞ്ഞു. തിരിച്ച് വീണ്ടും നമ്മൾ ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഹാളിന് സമീപത്തായിട്ട് വേറെ ഒരു ചെറിയൊരു ഡോറ് കൂടി നമ്മൾ കണ്ടു. ആ ഡോർ തുറന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് യൂട്ടിലിറ്റി സ്പേസ് ആണ്. യൂട്ടിലിറ്റി ഏരിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ ഒരു റൂമിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്കത് വേണമെങ്കിൽ യൂട്ടിലിറ്റി സ്പേസ് മാത്രമായിട്ടല്ല, വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ നമുക്ക് താഴെ വയ്ക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ റൂം നമുക്കൊരു റീഡിംഗ് റൂമായിട്ടോ അല്ലെങ്കിൽ സെർവൻറ്റിനുള്ളൊരു റൂമായിട്ടോ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. നമ്മളുടെ ഒരു കൺവീനിയൻസും ചോയ്സും അനുസരിച്ച് ഈ റൂം എന്തായിട്ട് വേണമെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ റൂമിനോട് അറ്റാച്ച് ചെയ്ത പുറത്തേക്ക് കാണുന്ന സ്റ്റെപ്പാണ് മുകളിലേക്ക് പോകുന്നത്. മുകളിലത്തെ ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഹൈറ്റുള്ള ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു വെള്ളപ്പൊക്ക ഭീഷണിയോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളോ ഇവിടെ നേരിടേണ്ടതില്ല. അതുപോലെ തന്നെ നമുക്ക് ഹൈറ്റിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് ധാരാളം ചുറ്റിലുമുള്ള വില്ലകളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഏകദേശം ആ ഒരു വികാസവാണി ഏരിയ അത്യാവശ്യം ഫുള്ളൊരു ഏരിയ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുടിവെള്ളത്തിലുള്ള ടാങ്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഏരിയയാണ്. നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ് നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരുന്നത്. ചുറ്റിനും ഒരുപാട് നൈബേഴ്സ് ഉണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു ഭാഗത്ത് മുഴുവൻ നിറയെ വില്ലകളാണ്. ബാക്കിയുള്ള വില്ലകളെല്ലാം തന്നെ സെയിലായതാണ്. ഇനിയിപ്പോൾ ഈ ഒരു വില്ല കൂടിയാണ് കിടക്കുന്നത്. പക്ഷെ നമുക്കൊന്ന് പറയാൻ കേട്ടോ, ഇതിനകത്തുള്ള വില്ലകളിലെല്ലാം തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും മനോഹരം എന്ന് പറയാവുന്നത് ഈ ഒരു വില്ല തന്നെയാണ്. കാരണം ഇതിൻ്റെ സ്പേസ് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. 5.4 സെൻറ്റ് സ്ഥലത്ത് വളരെ ഭംഗിയായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണിയാണ് പരിചയപ്പെടേണ്ടത്. നമ്മൾ വീണ്ടും തിരിച്ച് ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. ഹാളിൽ നിന്നും തുറക്കുന്ന ഈ ഡോറ് ബാൽക്കണിയിലേക്കുള്ളതാണ്. ബാൽക്കണിയെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബാറിട്ടിട്ട് അതിനുള്ളിലെല്ലാം ടഫിൻ്റെ ഗ്ലാസ് ഇട്ട് ഫുൾ കവർ ചെയ്തിരിക്കുകയാണ്. മുകളിലെല്ലാം തന്നെ ജിയുടെ സ്ക്വയർ ട്യൂബ് കൊണ്ടും അതുപോലെ തന്നെ സൈഡിലും ജിയ സ്ക്വയർ ട്യൂബിലെല്ലാം അഴികളോട് കൂടി നല്ല ഭംഗിയായ ഡിസൈനാണ് ടെക്സ്ചർ വർക്കുകളോട് കൂടിയ പില്ലറുകളുടെ ഇടയിൽ കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ കളർ ഒരു ലൈറ്റ് യെല്ലോ കളറാണ്. ലൈറ്റ് യെല്ലോ ആൻഡ് ക്രീം കളറാണ് മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനിടയ്ക്കെല്ലാം മെറൂൺ കളറിലെ ടെക്സ്ചർ വർക്കുകളും ധാരാളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് ഒരു യെല്ലോ കളറിനെ കൂടെ ഒരു മെറൂൺ കളറിലെ ടെക്സ്ചർ വർക്കും കൂടെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല അട്രാക്ഷൻ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ മനോഹരമായ വീടിൻ്റെ റേറ്റ് എത്രയാണെന്നാണ് അറിയേണ്ടത്. 5.4 സെൻറ്റ് സ്ഥലത്തിൽ 1850 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടി ചെയ്തിരിക്കുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില 88 ലക്ഷം രൂപയാണ്. അത് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഈ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ സ്ഥിരം പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിടുന്ന വീഡിയോകളെല്ലാം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം തന്നെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. വീട് എന്നുള്ള നിങ്ങളുടെ ഒരു സ്വപ്നം മാർബിൾ ഹോംസിലൂടെ സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.